നമസ്കാരം. ദിവസത്തെ പ്രധാന വാർത്തകൾ ചർച്ച ചെയ്യുന്ന സ്റ്റേറ്റ് ഓഫ് ന്യൂസിലേക്ക് സ്വാഗതം. പൗരത്വവും വോട്ടവകാശവുമെല്ലാം സജീവ ചർച്ചയാവുന്ന കാലമാണ്. പലപ്പോഴും ഇത്തരം പരിശോധനകളുടെയും നടപടിക്രമങ്ങളുടെയും ഇടയിൽ സങ്കട കാഴ്ചകളാവുന്നത് സാധാരണക്കാരായ മനുഷ്യരാണ്. അത്തരത്തിലുള്ളൊരു വാർത്തയാണ് ഇന്ന് ആദ്യം. കാസർഗോഡ് ജനിച്ചു വളർന്ന് എല്ലാ രേഖകളുമുള്ള അബ്ദുറഹ്മാൻ ഇന്ത്യൻ പൗരനല്ലെന്ന് പരാതി നൽകിയിരിക്കുകയാണ് BJP. പൈവളിക സ്വദേശിയായ അബ്ദുറഹ്മാൻ്റെ വോട്ട് വെട്ടണമെന്നാവശ്യപ്പെട്ട് BJP ജില്ലാ സെക്രട്ടറി ലോകേഷാണ് പരാതി നൽകിയത്. എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്ത അബ്ദുറഹ്മാൻ ഉൾപ്പെടെ 7 പേരുടെ വോട്ട് നീക്കണമെന്നാവശ്യപ്പെട്ടാണ് പരാതി. ഇതിനിടെ പരാതിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട 7 പേരെയും കൂട്ടി മഞ്ചേശ്വരം MLA AK അഷ്റഫ് അദാലത്തിന് ഹാജരായി. നിസാര വോട്ടുകളുടെ വ്യത്യാസത്തിൽ പരാജയപ്പെട്ട മഞ്ചേശ്വരം മണ്ഡലം പിടിച്ചെടുക്കാനുള്ള BJPയുടെ ശ്രമമാണ് പരാതിക്ക് പിന്നിലെന്നാണ് MLAയുടെ ആരോപണം. സംഭവത്തിന് പിന്നാലെ ഫോം 7 ദുരുപയോഗം ചെയ്ത് വ്യാജ പരാതി നൽകുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് AK അഷ്റഫ് MLAയുടെ നേതൃത്വത്തിൽ UDF നിയോജക മണ്ഡലം കമ്മിറ്റി ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പൈവളിക ഗ്രാമപഞ്ചായത്തിലെ 128 SIRA LP സ്കൂളിലെ ബൂത്തിലെ 7 പേരുടെ വോട്ടുകളാണ് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ഫോം 7 അപേക്ഷ നൽകിയിരുന്നത്. ഇന്ത്യൻ പൗരനല്ലെന്ന കാരണം പറഞ്ഞാണ് കയ്യാർ കണ്ണങ്കാടിയിലെ മുഹമ്മദിൻ്റെയും വോട്ട് തള്ളാൻ അപേക്ഷ നൽകിയിരിക്കുന്നത്. കയ്യാർ ചെറോളിയിലെ നബീസ, പട്ലയിലെ മൊഹസീന സുനൈഹ, കൊളത്തോടിയിലെ അസ്മ, KK നഗറിലെ സഫിയ, സുബൈദ, ചെറോളിയിലെ ഖദീജത്ത് കുബ്ര എന്നിവരുടെ വോട്ടുകളാണ് സ്ഥിരമായി താമസം മാറിയെന്ന കാരണം പറഞ്ഞ് തള്ളാൻ അപേക്ഷ നൽകിയത്. ഇതേ ബൂത്തിലെ വോട്ടറായ BJP ജില്ലാ സെക്രട്ടറി ലോകേഷ് നോണ്ടയാണ് ഇവരുടെ വോട്ട് തള്ളാൻ അപേക്ഷ നൽകിയിരിക്കുന്നതെന്ന് AK അഷ്റഫ് MLA പറയുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വോട്ടെണ്ണലിൻ്റെ അവസാന ലാപ്പിലാണ് BJP സ്ഥാനാർത്ഥിക്ക് 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത്. 2016 89ഉം 2021 745 വോട്ടുകൾക്കാണ് BJPയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന K സുരേന്ദ്രൻ മണ്ഡലത്തിൽ പരാജയപ്പെട്ടത്. ഇനി ഇന്നത്തെ ദേശീയ വാർത്ത പരിശോധിക്കാം. 12ാം ക്ലാസ് പരീക്ഷകളുടെ പുനർമൂല്യനിർണ്ണയത്തിനുള്ള സൗകര്യം നിർത്തലാക്കിയേക്കുമെന്ന് CBSE വ്യക്തമാക്കുകയാണ്. ഈ അധ്യയന വർഷം മുതൽ തന്നെ പരിഷ്കാരം നടപ്പിലാക്കാനാണ് നീക്കം. മൂല്യനിർണ്ണയ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റൽ രൂപത്തിലാക്കുന്നതോടെ പിഴവുകൾ ഇല്ലാതാകുമെന്നും മൂല്യനിർണ്ണയം കുറ്റമറ്റതാകുമെന്നുമാണ് ബോർഡിൻ്റെ വിലയിരുത്തൽ. എന്നാൽ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് നിലവിലുള്ള പുനർമൂല്യനിർണ്ണയ സൗകര്യം തുടരും. CBSE പരീക്ഷ കൺട്രോളർ ഡോക്ടർ സന്യ ഭരദ്വാജും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിൽ മൂല്യനിർണ്ണയം മാറുകയാണ്. OSM രീതിയിലാണ് മൂല്യനിർണ്ണയം ഇനി മുതൽ നടക്കുക. അതിനാൽ തെറ്റ് സംഭവിക്കാൻ യാതൊരു സാഹചര്യവുമില്ല. ഇതൊക്കെ കൊണ്ടാണ് പുനർമൂല്യനിർണ്ണയ സൗകര്യം നിർത്തലാക്കുന്നതെന്ന് സന്യ ഭരദ്വാജ് പറയുന്നു. ഉത്തരക്കടലാസുകൾ ഡിജിറ്റലായി മൂല്യനിർണ്ണയം നടത്തുന്ന രീതിയാണ് OSM. അധ്യാപകർ നേരിട്ട് പേപ്പറിൽ മാർക്കിടുന്നതിന് പകരം കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഉത്തരങ്ങൾ നോക്കി മാർക്ക് രേഖപ്പെടുത്തുകയാണ് ചെയ്യുക. പരീക്ഷ കഴിഞ്ഞാൽ ഉടൻ വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ ഡിജിറ്റൈസ് ചെയ്ത് ക്ലൗഡ് സെർവറുകളിലേക്ക് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ഇവ മൂല്യനിർണ്ണയത്തിനായി കൈമാറും. പ്രത്യേക സോഫ്റ്റ്വെയറിലാണ് അധ്യാപകർ മൂല്യനിർണ്ണയം നടത്തുക. ഇത് പിഴവുകൾ പരമാവധി കുറയ്ക്കാൻ സഹായിക്കുമെന്നും CBSE വ്യക്തമാക്കുന്നു. ഇനി ഇന്നത്തെ അന്താരാഷ്ട്ര വാർത്തയിലേക്ക്. ഇറാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി മധ്യേഷ്യയിലേക്ക് US 2ാമത്തെ വിമാനവാഹിനി യുദ്ധക്കപ്പലിൻ്റെ നേതൃത്വത്തിലുള്ള സേനാവ്യൂഹം അയച്ചിരിക്കുകയാണ്. ഇതിനിടെ ഇറാനിലെ ഭരണമാറ്റമാണ് ലക്ഷ്യമിടുന്നതെന്ന രീതിയിൽ ട്രംപിൻ്റെ പ്രസ്താവനകളും വാർത്തയാവുന്നുണ്ട്. ആണവ പദ്ധതികൾ നിർത്തിവെക്കണമെന്ന അന്ത്യശാസനം അനുസരിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് US എന്നാണ് റിപ്പോർട്ടുകൾ. ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളും ബാലിസ്റ്റിക് മിസൈൽ സൗകര്യങ്ങളും തകർക്കാനാണ് നീക്കമെന്നാണ് US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കാര്യം ട്രംപോ പെൻറ്റഗണോ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ആണവ ഡീലിന് തയ്യാറായില്ലെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്ന് കഴിഞ്ഞ മാസവും ട്രംപ് പറഞ്ഞിരുന്നു. എന്നാൽ പ്രസ്താവനയുടെ സമയത്ത് പെൻറ്റഗൺ ഒരു സംഘർഷത്തിന് സജ്ജമായിരുന്നില്ലെന്നും റിപ്പോർട്ടുകളിലുണ്ട്. മധ്യേഷ്യയിൽ USൻ്റെ വ്യോമ പ്രതിരോധ സൗകര്യങ്ങൾ കുറവായിരുന്നു. പ്രധാന യുദ്ധവിമാനങ്ങളെല്ലാം യൂറോപ്പിലോ US-ലോ ആയിരുന്നു. പിന്നീട് സമവായ ചർച്ചകൾ ഇതിനൊപ്പം തന്നെ പെൻറ്റഗൺ മധ്യേഷ്യയിലെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കുകയായിരുന്നു. മധ്യേഷ്യയിലേക്ക് ഇതിനിടെ ട്രംപ് 2ാം അർമാഡ, അതായത് യുദ്ധവാഹിനി യുദ്ധക്കപ്പലിൻ്റെ നേതൃത്വത്തിലുള്ള സേനാവ്യൂഹം അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഖത്തർ, ഇറാഖ്, ബഹ്റൈൻ, കുവൈത്ത്, ജോർദാൻ എന്നിവിടങ്ങളിലെ USൻ്റെ സേനാതാവളങ്ങൾ പെൻറ്റഗൺ ശക്തമാക്കിയെന്നും റിപ്പോർട്ട് പറയുന്നു. ആണവ ഡീലിന് ഇറാൻ വഴങ്ങണമെന്നും അല്ലാത്ത പക്ഷം ഗുരുതര പ്രത്യാഘാതമുണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നാൽ ഇറാൻ്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന നിലപാടിലാണ് ഇറാനിയൻ ഭരണകൂടം. ആക്രമിക്കാനാണ് അമേരിക്കയുടെ പദ്ധതിയെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മധ്യേഷ്യയിൽ പ്രത്യേകിച്ച് ഇറാൻ യുദ്ധത്തിലേക്ക് നീങ്ങുന്നത് ഇന്ത്യക്കും തിരിച്ചടിയാണ്. ഉപഭോഗത്തിനുള്ള 85 മുതൽ 90% വരെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. ഇതിൽ തന്നെ നല്ലൊരു പങ്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് നമ്മൾ വാങ്ങുന്നത്. ക്രൂഡ് വില കൂടുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സാമ്പത്തിക തിരിച്ചടി ഉണ്ടാക്കും. ഇറാൻ യുദ്ധനിഴലിലാകുന്നത് ഇന്ത്യയുടെ വിമാന കമ്പനികളുടെ റൂട്ടിനെയും ബാധിക്കും.
നിലവിൽ പാകിസ്ഥാൻ വ്യോമമേഖലയിൽ ഇന്ത്യൻ വിമാനങ്ങൾക്ക് വിലക്കുണ്ട്. ഇറാൻ്റെ ആകാശവും ഒഴിവാക്കേണ്ടി വന്നാൽ കടുത്ത സാമ്പത്തിക ചെലവായിരിക്കും അത് വിമാന കമ്പനികൾക്കുണ്ടാക്കുക. വിമാനങ്ങളുടെ സർവീസിനെയും അത് വലിയ തോതിൽ ബാധിക്കും.